നമ്മൾ ഉത്സവാഘോഷത്തിൻ്റെ മൂന്നാം ദിവസമാണ് ഇത്. സാധാരണ ഈ ദിവസം നമ്മൾ ക്ലീനിങ്ങും മറ്റും ചെയ്ത് അങ്ങനെ വീട്ടിലേക്ക് പോവുക ചെയ്യുക. പക്ഷേ ഇത്തവണ നമുക്ക് നമ്മുടെ നേർച്ച ഉണ്ടായതുകൊണ്ട് തന്നെ എല്ലാവരും കൂടെ ഒത്തുകൂടി വീണ്ടും ഒരു ഉത്സവത്തിൻ്റെ ആഘോഷത്തിലേക്കാണ് കേട്ടോ പോകുന്നത്. കാത്തിരിപ്പ് എന്നെല്ലാം പറഞ്ഞാൽ ഒരു 5-6 വർഷത്തെ കാത്തിരിപ്പാണ് കേട്ടോ. കാരണം കണ്ണൻ ജനിക്കുന്ന സമയത്ത് നമ്മൾ നേർന്നതാണ് കണ്ണൻ്റെ പേരിൽ ഒരു തെയ്യം കഴിപ്പിക്കാമെന്ന്. പക്ഷേ ഇത്രയും നീണ്ടുപോകുന്നത് നമ്മളും തന്നെ പ്രതീക്ഷിച്ചില്ല. എന്തൊക്കെയോ കാരണങ്ങളാൽ ഇത്തവണ എല്ലാ സാഹചര്യവും ഒന്ന് ഒത്തു വന്നത്. തലേന്നത്തെ ഉത്സവത്തിന്റെ ക്ലീനിങ് കഴിയുമ്പോഴത്തേക്കന്നെ രാവിലെ ഏകദേശം ഒരു 11 മണിയായിട്ടുണ്ട്. ഇന്നത്തെ ടിഫിനും ലഞ്ചും എല്ലാം നമ്മൾ കാവം തന്നെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഉച്ചക്ക് നമുക്ക് ഒരു എരിശ്ശേരി ഉണ്ടായിരുന്നു, മത്തനും മമ്പയറൊക്കെ ഇട്ടിട്ടുള്ളത്. പിന്നെ ഇടിച്ചക്കേൻ്റെ ഒരു വറവും മാങ്ങാ ചമ്മന്തി ഉണ്ടായിരുന്നേ. രാത്രിക്ക് പിന്നെ തോറ്റവും മറ്റും കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ ഭണ്ഡാരിനെ വെച്ചിട്ട് സദ്യ ആക്കുക ചെയ്തത്. അതുകൊണ്ട് തന്നെ കറിക്കരിയാനും മറ്റും നമ്മളെ കുടുംബക്കാരെല്ലാവരും ചേർന്നിട്ടാണ് ചെയ്തിട്ടുണ്ടായത്. നമ്മളെ കണ്ണൂരല്ല നേർച്ചത്തെയ്യം എന്ന് പറഞ്ഞാൽ സാധാരണ ഉത്സവത്തിന്റെ കൂടെ തന്നെ ഒരു നേർച്ചത്തെയ്യം കഴിയും. ഇവിടെ നമ്മൾ അങ്ങനെയുള്ള സാഹചര്യം ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ മുഴുവനായിട്ടൊരു ഉത്സവം കഴിപ്പിക്കുന്ന രീതിയിലാണ് ഉണ്ടായത്. അതുകൊണ്ട് കുഞ്ഞു മക്കൾക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം 2 ദിവസം കൊണ്ട് തീരേണ്ട ഉത്സവം 4 ദിവസം നീണ്ടു നിന്നു. നിങ്ങളിപ്പോൾ കാണുന്നതാണ് തരിപ്പണം ഉണ്ടാക്കുന്നത്. അടിയന്തരം കഴിഞ്ഞിട്ടുണ്ടാവുന്ന ചിക്കനിൽ വേവിക്കുമ്പോൾ ഇടുന്ന പൊടിയാണ്. വൈകുന്നേരം ആയതോടെ നമ്മളെല്ലാം പോയി കുളിച്ചു മാറ്റി റെഡി ആയിട്ട് വന്നിട്ടുണ്ടായി. കാവിലാണെങ്കിൽ തോറ്റത്തിന്റെ തുടക്കമൊക്കെ കുറിച്ചിട്ടുണ്ടായി. ഇത്രയും ചെണ്ട കൂട്ടുന്ന ബഹളത്തിലും കമ്മണി നല്ല ഉറക്കം പിടിച്ചിട്ടുണ്ട് കേട്ടാ. കാരണം 2-3 ദിവസം ആയല്ലോ കാവിൽ തന്നെ ചുറ്റിപ്പറ്റി നടക്കുന്നത്. എൻ്റെ എല്ലാം ചെറുപ്പത്തിൽ കാവും തെയ്യെന്നൊക്കെ പറഞ്ഞാൽ ഇൻഡെപ്ത് ആയിട്ട് ഇത്രയൊന്നും എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നേ ഇല്ല. കാവിൽ പോകും, തെയ്യം കാണും, പിന്നെ സദ്യ കഴിക്കും. പിന്നെ കൂടുതൽ പോയാൽ പരിപാടികൾ എന്തെങ്കിലും പങ്കെടുക്കോ അല്ലെങ്കിൽ കാണുകയോ ഒക്കെ ചെയ്യും. ആ സമയത്ത് സ്റ്റേജ് കെട്ടിയിട്ട് ഭയങ്കരമായിട്ട് ദേശവാസി കുട്ടികളുടെ നൃത്യങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടാവലുണ്ട്. അത് ഇപ്പോഴും ചില കാവുകളിലെല്ലാം ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അത് നമുക്ക് ഭയങ്കര സ്പെഷ്യലായിരുന്നു. ആ സമയത്ത് വീട്ടിൻ്റെ അടുത്തുണ്ടായിരുന്ന കാവിൽ അച്ഛനായിരുന്നു അനൗൺസ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യുക. മലയാളം ഭാഷ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഉച്ചാരണമൊക്കെ സൂപ്പറായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഒക്കെ മുന്നിൽ ഞാൻ ഭയങ്കര അഭിമാനത്തോടെ ഇങ്ങനെ പറയുമായിരുന്നു. അച്ഛൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഫീലായിരുന്നു ആ സമയത്തൊക്കെ. അങ്ങനെ പറഞ്ഞ് നമ്മളെ കാവിലെ തോറ്റവും വെള്ളാട്ടമൊക്കെ നല്ല തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. കണ്ണൻ്റെ പേരിലുള്ള നേർച്ച ആയതുകൊണ്ട് തന്നെ കണ്ണനെ പ്രാധാന്യം വെച്ചിട്ട് എന്തൊക്കെയോ അനുഗ്രഹങ്ങൾ കൊടുക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. കണ്ണൻ ഇത് ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നെങ്കിലും അച്ഛൻ കൂടെ ഉള്ളതുകൊണ്ടാണെന്ന് അറിയില്ല, വലിയ പേടിയൊന്നും ആശാന്റെ മുഖത്ത് ഞാൻ കണ്ടില്ല. സാധാരണ തെയ്യത്തിനൊക്കെ പൈസ കൊടുക്കാൻ വേണ്ടി പോയാൽ അല്ലെങ്കിൽ മുത്തപ്പൻ്റെ അടുത്തായാലും പോയാൽ അമ്മ എനിക്ക് പേടിയാന്ന് പറഞ്ഞിട്ട് എൻ്റെ പിന്നിൽ ഒളിക്കുന്ന ആളാണ്. ഉത്സവ സമയത്ത് പുരുഷന്മാർക്കും അതുപോലെ തന്നെ ആൺകുട്ടിക്കും മാത്രമേ തിരുമുറ്റത്ത് പ്രവേശിക്കാനുള്ള അനുവാദം ഉണ്ടാവുള്ളൂ. എന്നാൽ തറവാട്ടുകാർ മൊത്തത്തിൽ അകത്ത് കയറാൻ പറയുന്ന സമയത്ത് നമ്മൾ സ്ത്രീകളും അകത്ത് കയറി, അതായത് തിരുമുറ്റത്ത് നിന്ന് അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ടാണ് നമ്മൾ പുറത്തിറങ്ങാറ്. അങ്ങനെ തോറ്റവും വെള്ളാട്ടമൊക്കെ കഴിയുമ്പോഴത്തേക്കും ഏകദേശം നല്ല രാത്രിയായിട്ടുണ്ടായേ. ഒരുപോലെ കണ്ണടക്കാണ്ടാണ് തെയ്യക്കാരൊക്കെ മടയിൽ ചാമുണ്ടിയുടെ മുടിയും കാര്യങ്ങളൊക്കെ സെറ്റാക്കിക്കൊണ്ടിരുന്നത്. ഈ തെയ്യം കിട്ടുന്ന ആൾക്കാരൊക്കെ ശരിക്കും സമ്മതിക്കണം കേട്ടോ. 1-2 ദിവസം ഉറങ്ങാണ്ടിരുന്നാൽ തന്നെ എൻ്റെ ശരീരം മെല്ലനാകുന്ന സിഗ്നൽസ് ഒക്കെ എനിക്ക് തന്നുകൊണ്ടിരിക്കും. ഇവരെയൊക്കെ ശരിക്കും എത്ര രാത്രി ഊണും ഉറക്കവും ഇല്ലാണ്ട് ഓരോ അമ്പലപ്പുറമ്പ് കയറി ഇറങ്ങി അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അത് ശരിക്കും ഭയങ്കര എഫേർട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കുഞ്ഞുമക്കൾ ഉള്ളത് കൊണ്ട് തന്നെ കുറച്ചു നേരമെങ്കിലും അവർ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് രാജേട്ടൻ എന്നെ അടുത്തിമ്മേനെയും വീട്ടിലേക്ക് ഡ്രോപ്പ് ആക്കി തന്നിട്ടുണ്ടായേ. കുറച്ചു നേരം കിടന്നിട്ട് നമ്മളൊരു 5:15 ആകുമ്പോഴത്തേക്ക് തന്നെ കാവിലേക്ക് തിരിച്ചും വന്നിട്ടുണ്ട്. ആ സമയത്തും ഈ നോറ്റിരിക്കുന്നവരും തെയ്യക്കാരും ഒന്നും ഒറ്റപ്പൊടി ഉറങ്ങിയിട്ടും ഉണ്ടായിരുന്നില്ല കേട്ടാ. ഇളയമയോ അമ്മയെല്ലാം കൂടെ തെയ്യക്കാർക്ക് കഞ്ഞി വേണമെന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ ആക്കി അവർ സെറ്റ് ആക്കിയിട്ടുണ്ടായി. അണിയറയിലാണെങ്കിൽ ഗുളികന്റെ വേഷം മെല്ലനെ കെട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. ഇരുട്ടില് ആ വിളക്കിന്റെയും അതുപോലെ ചൂട്ടേന്റെ എല്ലാം ആ ഒരു ലൈറ്റില് കാവും അതിന്റെ അന്തരീക്ഷവും പിന്നെ അതിന്റെ നടുവില് ഗുളികന്റെ ആ ഒരു ചെറിയ തുള്ളും ഭയങ്കര രസമായിരുന്നു അത് കാണാൻ തന്നെ. എത്ര പേർക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അറിയില്ല, പക്ഷെ എനിക്കിതൊക്കെ ഭയങ്കര ഒരു എനർജി തരുന്ന ഒരു ഫീലിംഗ് ആണ്. തൃശൂലത്തിന് ചുറ്റും വലം വെച്ചിട്ട് തനിക്കത് തലയിൽ വെക്കാൻ പറ്റുന്നില്ല, രാജേട്ടനോട് സഹായം ചോദിക്കുന്ന ഗുളികനെയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അത് വെച്ചിട്ട് ഗുളികൻ്റെ കുറച്ച് ആക്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, കാണാൻ നല്ല രസമാണ് ഇതൊക്കെ. ഭഗവതിയുടെ ഒരുക്കവും പുറപ്പാടും ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇതേപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ ഇത്രയൊക്കെയുള്ള വിശേഷം വീണ്ടും കാണാം. ബൈ.